നമ്മളിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ കുറച്ച് ടോപ്പിക്സാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. നമ്മൾ സപ്പോസ് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമ്മൾ റൺ ചെയ്യാമെന്ന് വെച്ചോ. അതിന് നമുക്ക് CPU വേണ്ടി വരും, മെമ്മറി വേണ്ടി വരും, IO വേണ്ടി വരും. അപ്പം അതിനൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമുക്ക് ഇതൊക്കെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്ത് തരുന്നത്. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ പ്രോഗ്രാം ദാറ്റ് ആക്ട്സ് ഇൻ ഇൻ്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. എല്ലാ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനും കൺട്രോൾ ചെയ്യുന്നത് ഈ OS ആണ്. അപ്പോൾ OS ഇല്ലാതെ നമുക്കൊരു സിസ്റ്റം വർക്ക് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഉബുണ്ടു, വിൻഡോസ്, കോമൺ ആയിട്ട് നമ്മൾ ഫോണിലൊക്കെ ആൻഡ്രോയിഡ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമുക്ക് യൂസേഴ്സിനും പ്രോഗ്രാംസിനും കുറച്ച് സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാംസ് എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് യൂസേഴ്സിനും പ്രോഗ്രാംസിനും സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സർവീസസ് OS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം യൂസറിന് സിസ്റ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടാവും. അതിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആണ്. നമ്മൾ മൗസ് പോയിൻ്റർ വെച്ചിട്ട് സെലക്ട് ചെയ്യണതും ഐക്കൺ ക്ലിക്ക് ചെയ്യണതും ഒക്കെ. പിന്നെ ടച്ച് സ്ക്രീൻ ഇൻ്റർഫേസ് ഉണ്ട്, നമ്മൾ മൊബൈലിൽ സ്വൈപ്പ് ചെയ്യണതും ഒക്കെ. പിന്നെ കമാൻഡ് ലൈൻ ഉണ്ട്, കീബോർഡിൽ ടെക്സ്റ്റ് കമാൻഡായിട്ട്. രണ്ടാമത്തെ പ്രോഗ്രാം എക്സിക്യൂഷൻ ആണ് വരുന്നത്. പ്രോഗ്രാം എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോഗ്രാം മസ്റ്റ് ബി ഏബിൾ ടു എൻഡ് ഇറ്റ്സ് എക്സിക്യൂഷൻ ഐദർ നോർമലി ഓർ അബ്നോർമലി. അതായത് ഒരു പ്രോഗ്രാം റൺ ചെയ്തു, അത് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവണം. അത് ഒന്നെങ്കിൽ സക്സസ്ഫുൾ ആവാം, അല്ലെങ്കിൽ എറർ ഡിറ്റക്റ്റ് ചെയ്തിട്ടാവാം. പക്ഷേ മസ്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കണം. എക്സിക്യൂഷൻ IO ഓപ്പറേഷൻസ് ആണ് അടുത്തത്. ഒരു റണ്ണിങ് പ്രോഗ്രാമിന് IO ആവശ്യമായിട്ട് വരും. ചിലപ്പം ഫയൽസോ അല്ലെങ്കിൽ IO ഡിവൈസസോ എന്തായാലും. ഈ സേഫ്റ്റിക്ക് ഞാൻ പറഞ്ഞല്ലോ, യൂസേഴ്സിന് എന്താ പറയുക, ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്ന്. IOനെ ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് OS IO പ്രൊവൈഡ് ചെയ്യും. അതാണ് IO ഓപ്പറേഷൻ. ഫയൽ മാനിപ്പുലേഷൻസ്, അതായത് പ്രോഗ്രാംസിന് ഒരു ഫയൽ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ വേണ്ടി വരും. അപ്പം ഈ OS അതിനുള്ള പെർമിഷൻസ് അലോയോ ഡിനൈ, നമ്മളിപ്പോൾ ഒരു ഫയൽസൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ അലോ ഡിനൈ എന്നൊക്കെ പറഞ്ഞിട്ട് വരൂലേ ഫോണിലൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ OS നമുക്ക് അത് അലോ ചെയ്യാനോ ഡിനൈ ചെയ്യാനോ പെർമിഷൻസ് ചോദിക്കും, മാനേജ് ചെയ്യും. പിന്നെ കമ്മ്യൂണിക്കേഷൻസ്, ഒരു പ്രോസസ്സിന് നമുക്ക് ഇൻഫോർമേഷൻസ് വേറൊരു പ്രോസസ്സിനായിട്ട് പാസ് ചെയ്യേണ്ടി വരും. അത് ചിലപ്പോൾ ഒരു കമ്പ്യൂട്ടറിലുള്ള പ്രോസസ്സസ് തമ്മിലേക്കാരും, അതല്ല എന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് തമ്മിലുള്ള പ്രോസസ്സേഴ്സ് ഒരു നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കും. അത് രണ്ട് രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഷെയർഡ് മെമ്മറി, മെസ്സേജ് പാസിങ്. ഷെയർഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഒരു കോമൺ ആയിട്ടുള്ള മെമ്മറി സെക്ഷൻ അവിടെ വെച്ചിട്ട് അതിൽ റീഡോ റൈറ്റോ പ്രോസസ്സസ് റീഡോ റൈറ്റോ ചെയ്തിട്ട് അങ്ങനെ ആ ഒരു മെത്തേഡ്. പിന്നെ മെസ്സേജ് പാസിംഗ് എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈനഡ് ആയിട്ടുള്ള ഡാറ്റാസ് OS മൂവ് ചെയ്യും. ഓക്കെ, ഇനി എറർ ഡിറ്റക്ഷനാണ്. OS എന്ത് ചെയ്യുന്നു, മസ്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എറർ ഡിറ്റക്റ്റ് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും നിൽക്കണം. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റത്തിന് എന്തൊക്കെ സർവീസസ് ആണ് OS പ്രൊവൈഡ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം റിസോഴ്സ് അലോക്കേഷൻ, അതായത് ഒരു മൾട്ടിപ്പിൾ പ്രോസസ്സ് റൺ ചെയ്യുമ്പം അതിന് കുറേ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്ത് വരും. എന്താ പറയുക, മെമ്മറി വേണ്ടി വരും, CPU ഇത് വേണ്ടി വരും, അതൊക്കെ അലോക്കേറ്റ് ചെയ്യണ്ടേ. അപ്പം അതിനാണ് റിസോഴ്സ് അലോക്കേഷൻ സർവീസ്. ലോഗിങ് ആണ്. ലോഗിങ് എന്തെന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാംസ് യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ഒക്കെ ട്രാക്ക് ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനും ആയിട്ടാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അത് എത്ര റിസോഴ്സസ്, എന്തൊക്കെ റിസോഴ്സസ് ആണ് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യണത് എന്ന് അതിൻ്റെ
ഒരു കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടിംഗ് സർവീസസ് ഇമ്പ്രൂവ് ചെയ്യാനും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെയാണ് ഇത് ട്രാക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി, അതിൽ സെക്യൂരിറ്റിയും കൊടുക്കുക, ഒതൻറ്റിക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യണതാണ് പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സിസ്റ്റം കോൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ OS കുറേ സർവീസസ് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെന്നാണ്. ഇതൊക്കെ അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ആ റിക്വസ്റ്റ് കൊടുക്കുന്ന പ്രോസസ്സാണ് സിസ്റ്റം കോൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അതായത് നമ്മൾ എന്തെങ്കിലും സർവീസസ് അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കണം. ആ ചോദിക്കുന്ന പ്രോസസ്സാണ് സിസ്റ്റം കോൾസ്. അപ്പോൾ 2 മോഡ്സ് ഉണ്ട് സിസ്റ്റം കോൾസ്, യൂസർ മോഡും കേർണൽ മോഡും. ഒരു പ്രോഗ്രാം യൂസർ മോഡിലാണ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഡയറക്റ്റായിട്ട് മെമ്മറി ആക്സസ് ചെയ്യാൻ പറ്റൂല. അതായത് മെമ്മറി, ഹാർഡ്വെയർ, റിസോഴ്സസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റൂല. പക്ഷേ കേർണൽ മോഡിലാണെന്നുണ്ടെങ്കിൽ കേർണൽ മോഡിൽ ഡയറക്റ്റായിട്ട് ഈ മെമ്മറി ഇതൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേർണൽ മോഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാം എന്തെങ്കിലും ക്രാഷ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ സിസ്റ്റം ക്രാഷ് ആവും. ഓക്കെ, പക്ഷേ യൂസർ മോഡിലാണ് ക്രാഷ് ആവണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനൊന്നും എൻ്റെ സിസ്റ്റം ഒന്നും ക്രാഷ് ആവാൻ പോകുന്നില്ല. അപ്പോൾ സേഫായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസർ മോഡിലാണ് ചെയ്യുക. പക്ഷേ യൂസർ മോഡിൽ സേഫായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസോഴ്സസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അപ്പം ആ ഒരു ഇൻസ്റ്റൻറ്റിന് നമുക്ക് റിസോഴ്സസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ പ്രോഗ്രാം എന്താ യൂസർ മോഡിൽ നിന്ന് കേർണൽ മോഡിലേക്ക് പെട്ടെന്നൊന്ന് ചേഞ്ച് ആവും, സ്വിച്ച് ചെയ്യും. ആ സ്വിച്ചിങ് പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്. പ്രോസസ് കൺട്രോൾ, ഫയൽ മാനിപ്പുലേഷൻ, ഡിവൈസ് മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ മെയിൻ്റെനൻസ്, കമ്മ്യൂണിക്കേഷൻ, പ്രൊട്ടക്ഷൻസ്, അങ്ങനെ 6 തരത്തിലുള്ള കാറ്റഗറീസാണ് സിസ്റ്റം കോൾസ് ഉള്ളത്. പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സിസ്റ്റം കോൾസാണ് പ്രോസസ് കൺട്രോൾ. അതിൽ എൻഡ്, അബൌട്ട്, ലോഡ്, എക്സിക്യൂട്ട്, ഇതൊക്കെ സിസ്റ്റം കോൾസാണ് എന്തിനും പ്രോസസ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫയൽ മാനിപ്പുലേഷൻ, നമുക്ക് ഫയൽ മാനേജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോളാണ് ക്രിയേറ്റ് ഫയൽ, ഡിലീറ്റ് ഫയൽ, ഓപ്പൺ, ക്ലോസ്, അതൊക്കെ. ഇനി ഡിവൈസ് മാനേജ്മെൻറ്റിൽ നമുക്ക് ഒരു ഡിവൈസ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഡിവൈസ്, റിലീസ് ഡിവൈസ്, അങ്ങനെ കുറച്ച് സിസ്റ്റം കോൾസ് ഒക്കെ ഉണ്ട്. ഇനി ഇൻഫോർമേഷൻ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ, അതായത് സിസ്റ്റത്തിൻ്റെ ഇൻഫോർമേഷൻസൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും, ഗെറ്റ് ടൈം ഔട്ട് ഡാറ്റ, സെറ്റ് ടൈം ഔട്ട് ഡാറ്റ, കുറച്ച് സിസ്റ്റം കോൾസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സസ് തമ്മിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് സിസ്റ്റം കോൾസ്, ക്രിയേറ്റ്, ഡിലീറ്റ്, കമ്മ്യൂണിക്കേഷൻ കണക്ഷൻസ്. ഓക്കെ, ഇനി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സിസ്റ്റം കോൾസ് ഉണ്ട്. ഗെറ്റ് ഫയൽ പെർമിഷൻസ്, സെറ്റ് ഫയൽ പെർമിഷൻസ്, അങ്ങനെ പറഞ്ഞിട്ട് കൺസെപ്റ്റാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണ എക്സിക്യൂഷനിലിരിക്കുന്ന പ്രോഗ്രാമിന് പറയുന്ന പേരാണ് പ്രോസസ്സ്. ഈ പ്രോസസ്സിന് റിസോഴ്സസ് ആയിട്ടുള്ള മെമ്മറി, ഫയൽസ്, ഇതൊക്കെ വേണ്ടി വരും ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ. ആ റിസോഴ്സസൊക്കെ അലോക്കേറ്റ് ചെയ്യൽ ഒന്നെങ്കിൽ ആ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും. ഒരു പ്രോസസ്സ് സ്റ്റേറ്റ് മാറൽ എങ്ങനെയെന്ന് വെച്ചാൽ കറൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് എ പ്രോസസ്സ്, അതായത് ആ പ്രോസസ്സ് ഇപ്പോൾ എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അതിൻ്റെ സ്റ്റേറ്റ്. ഓക്കെ, അപ്പം ആ പ്രോസസ്സിന് കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ട്, 5 സ്റ്റേറ്റ് ഉണ്ട്. ന്യൂ, റണ്ണിങ്, വെയിറ്റിംഗ്, റെഡി, ടെർമിനേറ്റ്. ന്യൂ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് ക്രിയേറ്റഡ് അതിനാണ് ന്യൂ എന്ന് പറയാം. റണ്ണിങ് സ്റ്റേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ആർ ബീയിങ് എക്സിക്യൂട്ടഡ്, ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് റണ്ണിങ്. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാൻ വേണ്ടി പ്രോസസ്സ് വെയിറ്റ് ചെയ്യണം. അതായത് ഇവൻ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീഷനോ അല്ലെങ്കിൽ റിസപ്ഷൻ ഓഫ് എ സിഗ്നലോ എന്തെങ്കിലും ആവാം. ഏതെങ്കിലും ഒരു ഇവൻറ്റിന് വെയിറ്റ് ചെയ്യണതാണ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. റെഡി എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്
പ്രോസസ്സർ വെയിറ്റ് ചെയ്യണം. ടെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് എക്സിക്യൂഷൻ, ആ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ഫിനിഷായി. അപ്പോൾ ഇങ്ങനെ 5 സ്റ്റേറ്റ് ആണുള്ളത്: ന്യൂ, റണ്ണിങ്, വെയിറ്റിംഗ്, റെഡി, ടെർമിനേറ്റ്. അതിൻ്റെ ഒരു ഡയഗ്രമാണ് അടി കാണിച്ചിട്ടുള്ളത്. PCB അതായത് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യണത് പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലാണ്, PCB. ഇതിനെ ടാസ്ക് കൺട്രോൾ ബ്ലോക്കും എന്ന് പറയും കേട്ടോ. അതിൽ പ്രോസസ് ID ഉണ്ടാവും, പ്രോസസ് സ്റ്റേറ്റ്, പ്രോഗ്രാം കൗണ്ടർ, CPU രജിസ്റ്റർ, CPU ഷെഡ്യൂളിംഗ് ഇൻഫോർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ, IO സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ, ഇതൊക്കെയാണ് PCBയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പ്രോസസ് ക്രിയേഷൻ എങ്ങനെയാണ്? ഒരു പ്രോസസ്സ് സെവറൽ പ്രോസസ്സസിനെ ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് പ്രോസസ് സിസ്റ്റം കോൾ യൂസ് ചെയ്തിട്ട് ആ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് പാരൻറ്റ് പ്രോസസ്സും, പിന്നെ പുതിയ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ചൈൽഡ് ഓഫ് ദി പ്രോസസ്സ് എന്നും. ഈച്ച് പ്രോസസ്സിന് റിസോഴ്സസ് വേണം. ഈ പ്രോസസ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രോസസ്സിൻ്റെ ഐഡൻറ്റിഫൈസ് ഉണ്ട്. പ്രോസസ്സ് ID വെച്ചിട്ടൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി പ്രോസസ്സിന് ഞാൻ പറഞ്ഞല്ലോ ഈ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യണം എന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 വിധത്തിൽ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ റിസോഴ്സസ് ക്യാൻ ബി ഒപ്റ്റെയിൻ ഡയറക്റ്റായിട്ട് നമുക്ക് OS നിന്ന് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റും പ്രോസസ്സിനെ. അല്ലെങ്കിൽ പാരൻറ്റ് പ്രോസസ്സ് ഈ റിസോഴ്സസ് ചൈൽഡ് പ്രോസസ്സിന് കൊടുക്കണം. അങ്ങനെ പാരൻറ്റ് പ്രോസസ്സ് ചൈൽഡ് പ്രോസസ്സിന് റിസോഴ്സസ് കൊടുക്കൽ 2 വിധത്തിലാണ്. ഒന്നെങ്കിൽ പാരൻ്റ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തു കിട്ടിയ റിസോഴ്സസ് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു പാർട്ട് ചൈൽഡിനും ഒരു പാർട്ട് പാരൻറ്റും കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പാരൻറ്റും ചൈൽഡും കൂടി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഷെയർ ചെയ്ത് യൂസ് ചെയ്യും. ഇനി പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണ് നടക്കുക? അതായത് ഒന്നെങ്കിൽ പാരൻറ്റ് എന്താ പറയുക ചൈൽഡിൻ്റെ കൂടെ തന്നെ എക്സിക്യൂഷൻ നടക്കും. അതല്ല എന്നുണ്ടെങ്കിൽ പാരൻറ്റ് പ്രോസസ്സ് ചൈൽഡ് പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യും. അതാണ് കാണുന്നത്. ഈ ഫിഗർ നോക്കുക. പാരൻറ്റ് പ്രോസസ്സ് ഒരു ഫോക്ക് എന്നിട്ടുള്ള സിസ്റ്റം കോൾ വിളിച്ചിട്ട് ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും. ആ ചൈൽഡ് പ്രോസസ്സിൻ്റെ PID മീൻസ് പ്രോസസ് ID 0 അത് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ആ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി എക്സിറ്റ് ആയി വീണ്ടും വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോൾ വിളിക്കുമ്പോഴാണ് വെയിറ്റ് ചെയ്തിരിക്കണ പാരൻറ്റ് പ്രോസസ്സ് പിന്നെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി നമ്മൾ പാരൻറ്റ് പ്രോസസ്സ് ചൈൽഡ് പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത് വെയിറ്റ് ആവുമല്ലോ, വെയിറ്റ് ചെയ്യുവാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ചൈൽഡ് പ്രോസസ്സിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം. പക്ഷേ മെമ്മറിയിൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ട് കിടക്കണം കഴിഞ്ഞു പോയ പ്രോസസ്സിൻ്റെ ഇമേജസോ കോഡോ ഉണ്ട്. അത് ഡിലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം കോളാണ് എക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോൾ. ഇത് ചൈൽഡ് പ്രോസസ്സിന് ഓൾറെഡി ഒരു അഡ്രസ് സ്പേസ് ഉണ്ടാവും. ആ അഡ്രസ് സ്പേസ് ഒന്നെങ്കിൽ പാരൻറ്റ് പ്രോസസ്സിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആവാം, അതല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അഡ്രസ് സ്പേസ് ഉണ്ടാവാം. ഇനി നോക്ക്, പാരൻറ്റ് പ്രോസസ്സ് ചൈൽഡ് പ്രോസസ്സിൻ്റെ കംപ്ലീറ്റ് എക്സിക്യൂഷൻ വരെ വെയിറ്റ് ചെയ്തിരിക്കും വിത്ത് വെയിറ്റ് സിസ്റ്റം കോൾ. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാരൻറ്റ് പ്രോസസ്സ് റിസ്യൂം ചെയ്യും. ഇങ്ങനെയാണ് ഒരു പ്രോസസ് ക്രിയേഷൻ നടക്കുക. ഫോക്ക്, എക്സിക്, വെയിറ്റ് ഇതൊക്കെ എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഫോക്ക് എന്താണെന്ന് വെച്ചാൽ പുതിയ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സിക് എന്താണെന്ന് വെച്ചാൽ ഈ ഫോക്കിന് ശേഷം നമ്മൾ യൂസ് ചെയ്യണത് കണ്ടോ, എന്തിനാന്ന് വെച്ചാൽ എക്സിസ്റ്റ് ആയിട്ടുള്ള ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള നമ്മൾ കോഡോ ഇമേജസോ എന്തെങ്കിലും മെമ്മറിയിലുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് റീപ്ലേസ് ചെയ്തിട്ട് പുതിയ പ്രോഗ്രാം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെയിറ്റ് സിസ്റ്റം കോൾ പാരൻറ്റ് പ്രോസസ്സാണ് ഇഷ്യൂ ചെയ്യുക. എന്തിനാന്ന് വെച്ചാൽ റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്തിരിക്കാനാണ് അൺടിൽ ദി ടെർമിനേഷൻ ഓഫ് ചൈൽഡ് പ്രോസസ്സിൻ്റെ ടെർമിനേഷന് വരെ അത് റെഡി ക്യൂവിൽ വെയിറ്റ് ചെയ്തിരിക്കാനാണ് എന്ത് വെയിറ്റ് സിസ്റ്റം കോൾ. ക്വസ്റ്റ്യൻ തന്നാൽ നമുക്കിങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. ഹൗ മെനി ടൈംസ് ഡസ് ദി ഫോളോയിങ് പ്രോഗ്രാം പ്രിൻറ്റ് എക്സ്? യെസ് എന്ന് എത്ര പ്രാവശ്യം പ്രോഗ്രാം പ്രിൻറ്റ് ചെയ്യും എന്നാണ് ചോദിച്ചത്. ആദ്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം.
ഇവിടെ ഈ പ്രോഗ്രാമിനെ ഞാൻ ഇതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് എടുത്തു P1. ഓക്കെ, ഇനി ഫസ്റ്റത്തെ ഫോക്ക് കണ്ടപ്പം നമുക്ക് ഈ P1 പ്രോസസ്സ് ഒരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് P2. പറഞ്ഞല്ലോ ഫോക്ക് എന്താണെന്ന് വെച്ചാൽ ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ. രണ്ടാമത് ഞാനൊരു ഫോക്ക് കണ്ടപ്പം ഈ രണ്ട് പ്രോസസ്സും ഓരോ ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്തു. അതായത് P3 P4. അപ്പം എത്ര പ്രാവശ്യം പ്രോസസ്സ് ക്രിയേറ്റ് ആയി? 4 പ്രാവശ്യം. അപ്പോൾ എത്ര 4S കിട്ടും. ഇവിടെ 4 പ്രാവശ്യം ഇപ്പോൾ പ്രോസസ്സ് ക്രിയേറ്റ് ആയി. സോ നമുക്ക് 4 പ്രാവശ്യം യെസ് എന്ന് കിട്ടും. അപ്പോൾ ഹൗ മെനി ടൈംസ് ദി പ്രോഗ്രാം പ്രിൻറ്റ് യെസ്? 4 ടൈംസ്. കണ്ടോ ആൻസർ ഈസ് 4. ഇനി ഈ ഒരു ഇവിടെ എത്ര പ്രാവശ്യം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഇവിടെ പ്രോഗ്രാം നമുക്ക് ഒരു പ്രോസസ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ലൂപ്പിന്റെ ഉള്ളിലാണ് ഫോക്ക് വന്നത്. അപ്പം പ്രോസസ്സ് ഈ ഫോക്ക് i<3 i++i=0. അപ്പം i=1 ആവുമ്പോൾ എത്ര പ്രാവശ്യം ഒരു ഫോക്ക് എന്നിട്ടുള്ള സിസ്റ്റം കോൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതിന് P2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ആവും. ഇനി i=2 ആവുമ്പോൾ ഫോക്കിന് i=2 ആവുമ്പോൾ വേറൊരു ഫോക്ക് സിസ്റ്റം കോൾ ചെയ്യും. അപ്പം നമ്മൾ ഇതിന് ഒരു എന്താ പറയുക, ഈ രണ്ട് പ്രോസസ്സിനും നമ്മൾ എന്ത് ചെയ്യും? പ്രോസസ്സ് ക്രിയേറ്റ് ആവും. ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ആവും. ദാറ്റ് ഈസ് ഇപ്പം 4 പ്രോസസ്സായി. ഇനി i=3 ആവുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും ഫോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോൾ ചെയ്യും. അപ്പം നമ്മൾ ഈ 4 പ്രോസസ്സിനും ഓരോ ചൈൽഡ് പ്രോസസ്സ് വരെ കോൾ ചെയ്യും. അതായത് P1ന് നമ്മൾ P5 എന്നിട്ടുള്ള ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യും. P2ന് P6ഉം P3ന് P7 P4ന് അപ്പം ഇവിടെ P8. അപ്പം എത്ര പ്രാവശ്യം പ്രോസസ്സ് ക്രിയേറ്റ് ആയി? 8 വട്ടം പ്രോസസ്സ് ക്രിയേറ്റ് ആയി. അപ്പം നോക്കി എത്ര പ്രാവശ്യം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യും? 8 ടൈംസ്. അപ്പം സോറി, ആൻസർ 8 ആണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 2n. അപ്പം എത്ര പ്രോസസ്സ് ക്രിയേറ്റ് ആയി എന്ന് നോക്കാം. ഇവിടെ 2n എന്ന് പറയുമ്പോൾ ഇവിടെ 3 പ്രാവശ്യമാണ് നമ്മൾ എന്താ പറയുക ഫോക്ക് ക്രിയേറ്റ് ആവുന്നത്. അപ്പം എത്ര അതായത് അപ്പം 2^3. അപ്പം 8 പ്രാവശ്യം നമുക്ക് ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇനി പ്രോസസ് ടെർമിനേഷന് അത് ഒരു പ്രോസസ്സിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് വരെ എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയാൽ എന്താ പറയുക, അതിൻ്റെ എക്സിക്യൂഷൻ സിസ്റ്റം കോൾ വെച്ചിട്ട് പ്രോസസ്സ് ടെർമിനേറ്റ് ആവും. ആ സമയത്ത് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റിസോഴ്സസും, അതായത് ഫിസിക്കൽ മെമ്മറി, വെർച്വൽ മെമ്മറി, ഓപ്പൺ ഫയൽസ്, IO ബഫേഴ്സൊക്കെ ഡീഅലോക്കേറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ അടുത്ത പ്രോസസ്സിന് അത് യൂസ് ചെയ്യണ്ടേ. അപ്പോൾ അത് ഡീഅലോക്കേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു പാരൻറ്റ് പ്രോസസ്സ് എന്താ പറയുക ചൈൽഡ് പ്രോസസ്സിൻ്റെ എക്സിക്യൂഷന് എബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സിസ്റ്റം കോൾ വെച്ചിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് ടെർമിനേറ്റ് ചെയ്യിപ്പിക്കും. അതെങ്ങനെ ഫോഴ്സ്ഫുള്ളായിട്ട് ടെർമിനേറ്റ് ചെയ്യിക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചൈൽഡ് പ്രോസസ്സ് സംടൈംസ് പാരൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ OSO അലോക്കേറ്റ് ചെയ്ത റിസോഴ്സിനേക്കാളും കൂടുതൽ എക്സീഡ് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ യൂസേജ് ചെയ്യാൻ തുടങ്ങിയാൽ പാരൻറ്റ് പ്രോസസ്സ് ഫോഴ്സ്ഫുള്ളി നമ്മളെ സിസ്റ്റം കോൾ അബൌട്ട് സിസ്റ്റം കോൾ വെച്ചിട്ട് ഫോഴ്സ്ഫുള്ളി ഇതിനെ ടെർമിനേറ്റ് ചെയ്യും. എന്താണ്? ചൈൽഡ് പ്രോസസ്സ് കിട്ടിയ റിസോഴ്സിനേക്കാളും കൂടുതൽ എക്സീഡ് ചെയ്യാൻ തുടങ്ങിയാൽ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ മേ ബി പാരൻറ്റ് പ്രോസസ്സ് ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സം അഡീഷണൽ ഹെൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും. ഈ ഇനി ആവശ്യമില്ല എന്ന് തോന്നിയാൽ, ആവശ്യമില്ല പാരൻറ്റ് പ്രോസസ്സിന് ഈ ചൈൽഡ് പ്രോസസ്സിൻ്റെ ഹെൽപ്പില്ലാതെ സക്സീഡ് ചെയ്യാൻ
പറ്റും എന്ന് തോന്നിയാൽ പാരൻറ്റ് പ്രോസസ്സ് ചൈൽഡ് പ്രോസസ്സിനെ അബോർട്ട് ചെയ്യാം. പിന്നെ തേർഡ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു പാരൻറ്റ് പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആയി, പക്ഷേ ചൈൽഡ് പ്രോസസ്സ് ഇപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല. പാരൻറ്റ് ടെർമിനേറ്റ് ആയാൽ ചൈൽഡ് പ്രോസസ്സ് മസ്റ്റ് ബി ടെർമിനേറ്റഡ്. അപ്പം മസ്റ്റ് ബി ടെർമിനേറ്റഡ് ആ ഒരു ഫിനോമിനോ ആണ് കസ്കാഡിങ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 കണ്ടീഷൻ.